സുഹൃത്തുക്കളെ, അമേരിക്കയിലെ സുപ്രീം കോടതി അടുത്തിടെ ഒരു പ്രധാനപ്പെട്ട വിധി പുറപ്പെടുവിച്ചു. 2025 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ആഗോള ഇറക്കുമതി നികുതികൾ നിയമവിരുദ്ധമാണെന്ന് കോടതി വിധിച്ചു. പലരും ഈ വിധിയെ അമേരിക്കൻ ഭരണഘടനയുടെ വിജയം എന്ന് വിളിക്കുന്നു. പ്രസിഡന്റിൻ്റെ അധികാര ദുരുപയോഗത്തെ കോടതി തടഞ്ഞു എന്നതാണ് പൊതുവായ വിലയിരുത്തൽ. എന്നാൽ ഈ സംഭവത്തിന് പിന്നിൽ കൂടുതൽ ആഴമുള്ള സാമ്പത്തിക രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ട്രേഡ് വാർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ട്രംപ് സർക്കാർ ചൈന ഉൾപ്പെടെ പല രാജ്യങ്ങളോടും വ്യാപാര യുദ്ധം ആരംഭിച്ചു. ലക്ഷ്യമെന്തായിരുന്നു? അമേരിക്കയിൽ നിർമ്മാണം വർദ്ധിപ്പിക്കുക, ഇറക്കുമതി കുറയ്ക്കുക, അമേരിക്കൻ കറണ്ട് അക്കൗണ്ട് കുറവ് നിയന്ത്രിക്കുക, ചൈനയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുക. എന്നാൽ സംഭവിച്ചത് ഇതിൻ്റെ വിപരീതമായിരുന്നു. താരിഫ് എന്നത് വിദേശ രാജ്യങ്ങൾ അടയ്ക്കുന്ന നികുതിയല്ല. യഥാർത്ഥത്തിൽ ആ നികുതി അടയ്ക്കുന്നത് അമേരിക്കൻ ഇറക്കുമതിക്കാരും ഉപഭോക്താക്കളുമാണ്. വിദേശ കമ്പനികൾ അവരുടെ വില കുറച്ചില്ല. അതിനാൽ സാധനങ്ങളുടെ വില അമേരിക്കയിൽ ഉയർന്നു. ഇതിൻ്റെ ഭാരം കൂടുതലായി വന്നത് ചെറിയ ഇടത്തരം ബിസിനസ്സുകൾക്ക്, സാധാരണ തൊഴിലാളികൾക്ക്, ഉപഭോക്താക്കൾക്ക്. വലിയ കോർപ്പറേറ്റുകൾക്ക് ഈ ഭാരം മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിഞ്ഞു. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് വിലക്കയറ്റം നേരിടേണ്ടി വന്നു. ചൈനയെ ഒറ്റപ്പെടുത്താനായോ? അമേരിക്ക ചൈനയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ സംഭവിച്ചത് വേറെയായിരുന്നു. ചൈനയുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് അമേരിക്കയിലേക്ക് പോകാതെ മെക്സിക്കോ, വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾ വഴി അമേരിക്കയിൽ എത്താൻ തുടങ്ങി. അതായത് ചൈന പൂർണ്ണമായും പുറന്തള്ളപ്പെട്ടില്ല. മറിച്ച് അമേരിക്ക തന്നെയാണ് ചില മേഖലകളിൽ ഒറ്റപ്പെടാൻ തുടങ്ങിയത്. സുപ്രീം കോടതി വിധിയുടെ അർത്ഥം, സുപ്രീം കോടതി പറഞ്ഞു, സമാധാന കാലത്ത് നികുതി ചുമത്താനുള്ള അധികാരം കോൺഗ്രസിനാണ്, പ്രസിഡന്റിനല്ല. ഇത് നിയമപരമായി ശരിയാണ്. പക്ഷേ ഇതിന് പിന്നിൽ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ട്രേഡ് വാർ വിജയിച്ചിരുന്നുവെങ്കിൽ ഇത്ര വലിയ നിയമപ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. പരാജയം വ്യക്തമായപ്പോൾ മാത്രമാണ് ഭരണഘടനാ വ്യാഖ്യാനം മുന്നോട്ട് വന്നത്. അതായത് അമേരിക്കൻ വലിയ മൂലധന ശക്തികൾക്ക് പോലും ഈ നയം ദോഷകരമാണെന്ന് തിരിച്ചറിഞ്ഞു. ഡോളറിൻ്റെ സ്ഥാനം ഇപ്പോൾ എവിടെയാണ്? അമേരിക്കൻ ഡോളർ ലോകത്തിലെ പ്രധാന റിസർവ് കറൻസിയാണ്. ഈ സ്ഥാനം കൊണ്ട് അമേരിക്കയ്ക്ക് വലിയ വ്യാപാരക്കുറവ് ഉണ്ടായാലും കടമെടുത്ത് അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ചൈനയുടെ ഉയർച്ചയും റഷ്യയുടെ തിരിച്ചുവരവും ഇവരുടെ കൂട്ടുകെട്ടും അമേരിക്കയുടെ ആഗോള ശക്തിയെ വെല്ലുവിളിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ട്രംപ് സർക്കാർ കരുതിയത് കയറ്റുമതി കൂട്ടാതെ വ്യാപാരക്കുറവ് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നായിരുന്നു. അതിനാലാണ് ട്രേഡ് വാർ ആരംഭിച്ചത്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അമേരിക്കയ്ക്ക് അതിനുള്ള തന്ത്രപരമായ ശക്തി മതിയായിരുന്നില്ല. ഈ സംഭവം നമുക്ക് വലിയൊരു പാഠം നൽകുന്നു. ആഗോള സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ വെറും താരിഫ് ചുമത്തി പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല. അതേസമയം മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ വിജയം എന്ന നിലയിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം അതിലും ആഴത്തിലുള്ളതാണ്. അമേരിക്കൻ ആഗോള ശക്തിയുടെ ഇടിവ്, ഇതിൽ നിന്നും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അസമമായ വ്യാപാര കരാറുകൾ പുനഃപരിശോധിക്കുക, ദക്ഷിണ സഹകരണം ശക്തിപ്പെടുത്തുക, വ്യാപാരവും സാമ്പത്തിക ബന്ധങ്ങളും വൈവിധ്യമാക്കുക, ഒരേ ഒരു രാജ്യത്തെ ആശ്രയിക്കാതെ മുന്നോട്ട് പോവുക. ഇത് കാലത്തിൻ്റെ ആവശ്യമാണ്. ഇത് വെറും ഒരു കോടതി വിധി മാത്രമല്ല, ലോക സാമ്പത്തിക ശക്തി സമവാക്യത്തിൽ നടക്കുന്ന വലിയ മാറ്റങ്ങളുടെ ഒരു സൂചന കൂടിയാണ്. ഈ മാറ്റങ്ങളെ മനസ്സിലാക്കാതെ രാഷ്ട്രീയ സംഭവങ്ങളെ വിലയിരുത്താനാവില്ല.